പ്രൈസ് ദ ലോർഡ്. ഞാൻ തുടങ്ങട്ടെ. ഞാൻ തുടങ്ങാൻ പോകുമ്പോൾ പറയും വേറെ ആരോ വരാണ്ടെന്ന്. പരിശുദ്ധാത്മാവേ, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാവരും ഒന്നുകൂടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാളെ രാവിലെ അർപ്പിക്കാൻ പോകുന്ന റാസ കുർബാനയെക്കുറിച്ചാണ്. അത് ചില സമയത്ത് 1 മണിക്കൂർ കൊണ്ട് തീരാറുണ്ട് ഈ ക്ലാസ്, ചില സമയത്ത് 3 മണിക്കൂറും ആകാറുണ്ട്. പാതിരിപ്പിയോനോട് പറഞ്ഞു, ഇത്ര സമയം എടുക്കണം എന്തിനാ, 2-3 മണിക്കൂറൊക്കെ എടുക്കണം എന്തിനാ കുർബാനയ്ക്കെന്ന് പറഞ്ഞു. അപ്പോൾ പാതിരിപ്പിയോ എന്ത് പറഞ്ഞു, കർത്താവീശോ മിശിഹായെ ബലിയർപ്പിച്ചപ്പോൾ സമയം നോക്കിയില്ല. അറിഞ്ഞൂടെ ശരിക്കും പറഞ്ഞതാണോന്ന് ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ പാതിരിപ്പിയോ ബലിയർപ്പിക്കുന്ന നേരത്ത് രക്തമൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകുകയും. അപ്പോൾ പാതിരിപ്പിയോട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഈ 3 മണിക്കൂർ അവിടെ നിൽക്കണേ? ഞാൻ നിൽക്കുകയല്ലായിരുന്നു, ഞാൻ കുരിശിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പം നാളെ നമ്മൾ അങ്ങനെ ഒരു ബലി അർപ്പിക്കാൻ പോവുക. സമയം നോക്കാതെ, സമയമൊന്നും ആരും നോക്കരുത്. അപ്പോൾ വൈദികനും കുറച്ച് ആ പ്രസംഗമൊക്കെ അങ്ങനെ നന്നായിട്ട് പറയാൻ പറ്റും. അങ്ങനെ കുറേ ബലികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ റാസ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ സീറോ മലബാർ ആരാധനാക്രമത്തിലെ റാസ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രഹസ്യം എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, അല്ലേ? ഞാൻ പറയുമ്പോൾ ഒരു റീകളക്ഷൻ എന്ന് വിചാരിച്ചാൽ മതി. ഈ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ റാസ കുർബാന. ലിറ്റർജി എല്ലാം സഭയുടെ സമ്പത്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ട്രഷർ. നമ്മുടെ ഈ ശുശ്രൂഷകളും സുവിശേഷ വേല തന്നെ ലിറ്റർജിയിൽ നിന്നാണ് അതിൻ്റെ ശക്തി ഒഴുകുന്നത് മുഴുവനും. അപ്പോൾ യൂക്രിസ്റ്റിനെ കുറിച്ച് തന്നെയുള്ള പ്രബോധനം ഇതാണ്: യൂക്രിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് മിഷൻ എന്നാണ്. ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് മിഷൻ. വിതൗട്ട് മിഷൻ ക്രിസ്ത്യൻ ലൈഫ് ഈസ് സോ ഡ്രൈ. മിഷനാണ് ഇന്നത്തെ മറ്റൊരു കാര്യം ഇന്ന് ഞാൻ കുർബാനയിൽ ശ്രദ്ധിച്ചത്. ഇന്നത്തെ വായനകളെല്ലാം നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ആശയങ്ങളുമായിട്ട് എന്തോ ഒരു മനോഹരമായിട്ട് പോയി. അച്ഛന് കുറച്ചും കൂടി സമയം എടുക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പറഞ്ഞേനെ. അതിൽ എന്നെ ഒരു കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ഇതായിരുന്നു. ആ 1-ാം വായനയിൽ അതൊന്ന് പറഞ്ഞോട്ടെ. അതാ കൊളോസോസ് ലേഖനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിനകത്ത് പറഞ്ഞൊരു കാര്യം, അതിനകത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ച ആരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ എന്തെങ്കിലും ഒരു ആ കൊളോസ് ലേഖനത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടായോ, സ്പർശിച്ചോ? എന്താണ്, ആരെങ്കിലും പറയാമോ? ഇനി ഒന്ന് ഉറക്കെ പറഞ്ഞ്. വെരി ഗുഡ്. ഇതുണ്ടോ, ഈ കൊച്ചു കന്യാസ്ത്രീ നല്ല പ്രസംഗിക്കുന്ന തോന്നണേ. വാ, എന്താണത്? ലിഖിതം വഴി എഴുതപ്പെട്ട നിയമങ്ങൾ കുരിശിലെ ബലിവഴി ഈശോ മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ആരെങ്കിലും പറയാൻ ധൈര്യപ്പെടുമോ? ഇത് ഒന്ന് വായിച്ചത്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കൊളോസ്യ ലേഖനം 2:14. ഒന്നെടുത്ത് വായിച്ചു നോക്കിയേ.
കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം. എല്ലാവരും ബൈബിൾ തുറന്ന് ഒന്ന് വായിക്കുക. ഏറ്റുപറയാം. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഒന്നുകൂടി വായിച്ചേ. നമുക്ക് ദോഷകരമായി നിന്ന. ശ്രദ്ധിച്ച് വായിക്കണം. വളരെ ഡെപ്തിലുള്ളൊരു കാര്യമാണ്. തെറ്റിദ്ധരിക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. പരിശുദ്ധാത്മാവെ സഹായിക്കണേ. നമുക്ക് വായിച്ചോ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ഇനി നാളത്തെ ക്ലാസ്സുകളിലൊക്കെ വരും കേട്ടോ. എന്താണ് ഈ ദൈവനീതിയുടെ ആഴമായ അർത്ഥം എന്ന് പറയുമ്പോൾ? അതുപോലെ തന്നെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, ഈ അപ്പസ്തോലന്മാരെ വിളിച്ചു. മുക്കുവന്മാരായിരുന്നു അവർ. അവർക്ക് വല്ല ട്രെയിനിങ് ഉണ്ടായിരുന്നോ? സിസ്റ്റർ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊരു ട്രെയിനിങ്ങും ഇല്ല. എന്നിട്ട് ഈ കൊച്ചു സിസ്റ്റർ പറഞ്ഞത് എന്നോട് ഈശോ ഇങ്ങനെ പറഞ്ഞു. അത് വലിയ വരമാണത്, അറിയാമോ? ഈശോ പറഞ്ഞത് അങ്ങനെ കേട്ടു, അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞത് വലിയ വരമാണത്. ഈശോ പറഞ്ഞു അങ്ങനെ പറയേ, അത് വലിയ കാര്യമല്ലേ കേട്ടോ. അത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഗിഫ്റ്റ്. അപ്പോൾ ഈ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ്. 4 കാര്യം. അച്ഛൻ പറഞ്ഞു നമ്മൾ ഇന്നേവരെ ആരെയും ഉയർപ്പിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയുള്ള ഉയർപ്പിനെക്കുറിച്ചും. അപ്പോൾ അവിടെ പറഞ്ഞ വേറൊരു കാര്യം, നിങ്ങൾ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ആദ്യം പോകേണ്ടത്. അതാരാണത്? വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ അടുത്തേക്ക് പോവുകയേ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാം അന്നത്തെ കോൺടെസ്റ്റിൽ അതും പറഞ്ഞുകൊണ്ട് ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകണ്ടെന്ന്. അത് ആ കാലഘട്ടത്തിൻ്റെ ആപ്ലിക്കബിളാണത്. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ലോകമെന്ന്. അപ്പോൾ അവിടെയും ഇസ്രായേൽ ദൈവജനമായ യഹൂദർ, അതാണ് മത്തായിയുടെ ഗോസ്പൽ, യഹൂദർക്ക് വേണ്ടിയുള്ള ഒരു ഗോസ്പലാണത്, യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് കൂടിയാണ്. എനിവേ, അപ്പോൾ എനിക്ക് ആ 2-3 കാര്യങ്ങൾ വളരെ സ്പർശിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖന ഭാഗവും. ആ ലേഖന ഭാഗത്ത് ഈ യഹൂദരെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരോട് പോയി സുവിശേഷം പറയണമെന്ന്? നിസ്സാര കാര്യമല്ല. അവരാണ് ഈ നിയമം പിടിച്ചിരിക്കുന്നത്. ആര്? യഹൂദർ. അപ്പോൾ ആ 2 റീഡിങ്ങിൻ്റെ ഒരു കണക്ഷൻ മനസ്സിലാക്കണം. ഭയങ്കര കണക്ഷനാണ്. അവിടെ പറയാണ് ലിഖിത നിയമങ്ങളെ നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയും. എന്നാ യഹൂദരോ, അവർക്ക് ഈ ലിഖിത നിയമം മാത്രമേ അവരെ സംബന്ധിച്ച് ഉള്ളൂ. മനസ്സിലായ? ആ ലിഖിത നിയമങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണം. പോയിട്ട് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എഴുതുന്ന ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു. കൽഫലകകളിൽ എഴുതിയ നിയമം മാറ്റിവെച്ചിട്ട് എവിടെ എഴുതുന്ന നിയമം വന്നിരിക്കുന്നു? ഹൃദയത്തിൽ എഴുതുന്ന നിയമം. ഞാൻ ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി, അപ്പോൾ ഞാൻ അന്ന് ജർമ്മൻ ഭാഗത്തായിരുന്നു. ആ കുരിശിൻ്റെ വഴിയിലെ, അപ്പോൾ അവിടെ ഞാനതിവിടെ പറഞ്ഞു ഇല്ല. അപ്പോൾ അവിടെ ഈ കുരിശിൻ്റെ വഴിയെല്ലാം
ആ ചിത്രങ്ങളൊക്കെ നമ്മുടെ ഇവിടത്തേക്കാളൊക്കെ വളരെ ഒന്നാമത്തെ വലിയൊരു പള്ളിയായിരുന്നു. അപ്പോൾ ആ വേ ഓഫ് ദ ക്രോസ് വളരെ മനോഹരമായിരുന്നു, ശരിക്കും റിയലായിട്ട് തോന്നി. അതിൽ ഈശോയെ ഇങ്ങനെ കുരിശിൽ ഇങ്ങനെ ആണിയടിക്കണ ഭാഗം ഞാനിങ്ങനെ കണ്ടപ്പോൾ എന്നെ ഉടനെ മനസ്സിൽ വന്നത് ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ചു. മനുഷ്യൻ്റെ പാപം പേറിയ യേശുവിൻ്റെ മർത്യ ശരീരത്തിലാ യേശു മനുഷ്യൻ്റെ പാപത്തെ ഏറ്റെടുത്ത് ആ പാപത്തെ കുരിശിൽ തറച്ചു. ഞാൻ കുറേ നേരം അത് നോക്കി നിന്നു. അപ്പോൾ ആ പള്ളിയിലൊരു ഗുണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വിയ സാക്രയിൽ ഈശോ കുരിശിൽ മരിക്കുന്ന ഭാഗം കുരിശിൻ്റെ വഴിയിലില്ല, അത് ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അതിനുശേഷം ഈശോയെ കബറിടത്തിൽ അടക്കുമ്പോൾ ശരിക്കും ഒരു കബറിടം തന്നെയാണത്. അവിടെ ഒരു കബറിടം നമുക്ക് വിഷ്വലായിട്ട് കാണാം, കബറിടത്തിൽ ഈശോ ഇങ്ങനെ കിടക്കുന്നതായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇത് രണ്ടും തമ്മിലിങ്ങനെ ചിന്തിക്കുകയാണ്. ഈ ലിഖിത നിയമത്തെയും മനുഷ്യൻ്റെ പാപത്തെയും കുരിശിൽ തറച്ച് കൊന്നു. അതെ, ആ വാക്ക് പറഞ്ഞുകൊണ്ട് വിഷമില്ലല്ലോ. ആരെ കൊന്നു? എന്തിനെ കൊന്നു? ലിഖിത നിയമത്തെയും പാപത്തെയും. അതിനുശേഷം ഈ കല്ലറയിൽ കിടന്നപ്പോൾ ഈ രക്തം മുഴുവനും വാർന്നു പോയല്ലോ, ആ പാപം നിറഞ്ഞ രക്തം വാർന്നുപോയി. എന്നിട്ട് ഈ കല്ലറയിൽ കിടക്കും. ഞാൻ കുറേ നേരം അത് സൂക്ഷിച്ചിങ്ങനെ നോക്കി. പിന്നെ പള്ളി അടയ്ക്കുമ്പോൾ നമ്മൾ പുറത്ത് പോകണമല്ലോ. അപ്പോൾ ഞാനിതിവിടെ ആദ്യത്തെ ദിവസം പറഞ്ഞു, അവിടെ ഒരു പുതിയ നിയമം രൂപം കൊണ്ടു. ഒരു പുതിയ നിയമം യേശുവിൻ്റെ ശരീരത്തിൽ രൂപം കൊണ്ടു. യേശുവിനൊരു പുതിയ ഹൃദയം രൂപം കൊണ്ടു. ആ പുതിയ ഹൃദയത്തിൽ പുതിയ രക്തം രൂപം കൊണ്ടു. എനിക്കത് എത്ര നേരം ചിന്തിച്ചാലും അതൊരിക്കലും മതിയാവാത്ത ഒരു ചിന്തയാണ്. ഈശോയുടെ രക്തം മുഴുവനും വാർന്നു പോയി. ആ പഴയ രക്തം, മനുഷ്യൻ്റെ പാപം പേറിയ രക്തം മുഴുവനും വാർന്നു പോയി. മനുഷ്യൻ്റെ പാപമേറ്റെടുത്ത ശരീരം മരിച്ചു. ഇതാ ആ മർത്യ ശരീരം അമർത്യ ശരീരമായി മാറുകയും പുതിയ രക്തം വരികയും ചെയ്യുന്നു. അതൊക്കെ എനിക്കിന്ന് ഓർത്തു, ഈ ലേഖനവും അതുമായിട്ട് വായിച്ചപ്പോൾ. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ കുർബാനയുടെ ഒരു അവതരണത്തിലേക്ക് പ്രവേശിക്കാം. അതായത് ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് ഒന്ന് രണ്ട് സംഭവങ്ങളാണ്. വടവാതൂർ സെമിനാരിയിൽ 20 വർഷം മുമ്പ് 1997 വലിയൊരു സംഭവമായിരുന്നു. ഒരു അൽമായൻ ഇത്രയും വലിയ സെമിനാരിയിലെ തിയോളജിയൻസിനെയും തിയോളജി പ്രൊഫസേഴ്സിനെ എല്ലാം ധ്യാനിപ്പിക്കാനായിട്ട് വിളിക്കുക എന്നുള്ളതൊരു അൽമായനെ. അപ്പോൾ അവിടെ രണ്ട് പക്ഷമുണ്ടായി. ഒന്ന്, അങ്ങേര് തിയോളജി ഒന്നും പഠിക്കാത്ത ആൾ എങ്ങനെയാണ് ഈ തിയോളജിക്കാരെ ധ്യാനിപ്പിക്കണേ? അപ്പോൾ വിളിച്ച അച്ഛന്മാർ പറഞ്ഞ് നമുക്ക് നോക്കാം, ശരിയായില്ലെങ്കിൽ വേറെ ആളെ വിളിച്ച് ധ്യാനിപ്പിക്കാം. പിന്നീട് എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നാൽ ശരി, അങ്ങനെ ആകാം. അന്നത്തെ ആ ധ്യാനം ഒരു വലിയ സംഭവമായിരുന്നു. ആ ധ്യാനത്തിൽ എന്നോട് ഈശോ പറഞ്ഞു, ഈ കുർബാനയെക്കുറിച്ച് നീ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈ സെമിനാരിയിലെ അധ്യാപകരും തിയോളജിയൻസും എല്ലാ ദിവസവും ഇതുപോലെ കുർബാന അർപ്പിക്കുകയും കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യണ അവരോട് ഞാൻ എന്താ കുർബാനയെക്കുറിച്ച് പറയാം? പക്ഷേ എന്നോട്
ഈശോ പറഞ്ഞു, നീ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറയണം? പറഞ്ഞ്, ഒരു അൽമായൻ്റെ വ്യൂ പോയിൻ്റിൽ, തിയോളജിയൻ്റെ വ്യൂ പോയിൻ്റിലല്ല, ഒരു അൽമായൻ്റെ വ്യൂ പോയിൻ്റിൽ നീ പറഞ്ഞു. അതൊരു നല്ല ആശയമായിട്ട് തോന്നി ഇല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തിയോളജിക്കലായിട്ടെല്ലാം പഠിക്കുന്നവരാണ് തീർച്ചയായിട്ടും, പക്ഷെ അതേ സമയത്ത് ഞങ്ങൾ അപ്പുറത്തിരിക്കണ വിശ്വാസികളുടെ ഒരാളായിട്ടാണ് എന്നെ നിങ്ങൾ കാണേണ്ടത്. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ചെറുപ്പം മുതലേ തന്നെ അതെനിക്ക് വളരെ വികാരമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ മാതാപിതാക്കളുടെ ഗുണം തന്നെയാണ്. എല്ലാ ദിവസവും ഈ ആദ്യ നിരയിൽ എൻ്റെ അപ്പൻ, ഞങ്ങളെല്ലാവരും 10 മക്കളാണ് ഞങ്ങൾ, അതിനകത്ത് 2 പേര് നേരത്തെ സ്വർഗത്തിൽ പോയി. ഞങ്ങൾ 8 പേരെയും എല്ലാ ദിവസവും കൊണ്ടുപോയി പുസ്തകം നോക്കി കുർബാന അർപ്പിക്കുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അക്കൂട്ടത്തിൽ ഇതും പറഞ്ഞോട്ടെ, ഈ കുഞ്ഞായിരുന്നപ്പോൾ അത് വയസ്സായി മരിക്കണേക്ക് മുമ്പ് എന്നോട് പറയാണ്, നീ കുഞ്ഞായിരുന്നപ്പോഴേ എൻ്റെ മടിയിൽ ഞാൻ ഇരുത്തിയിട്ട് നിന്നോട് ഞാൻ പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ നിൻ്റെ പള്ളി പണിയും, ഇങ്ങനെ പറയുമായിരുന്നു. അതെല്ലാം ഒരു നമുക്ക് കിട്ടിയ കുർബാനയുടെ പ്രബോധനങ്ങളാണ്. എല്ലാ ദിവസവും അങ്ങനെ കുർബാന അർപ്പിച്ചെന്ന ആ ഒരു അനുഭവമാണ് നമുക്കുള്ളത്. പിന്നെ അതിനുശേഷം ആ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. അത് പിന്നീട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി എക്സ്പ്ലനേഷൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറും കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചത് 3 മണിക്കൂറായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിയോളജിയൻസിനുണ്ടാകാവുന്ന മനപ്രയാസമാകാം, ചിലർക്ക് സന്തോഷമാകാം, എന്തുമാകട്ടെ. അങ്ങനത്തെ 3 മണിക്കൂറത്തെ എക്സ്പ്ലനേഷനറി ടോക്ക് കഴിഞ്ഞിട്ട് ആഘോഷമായിട്ട് ഈ റാസ കുർബാന സെമിനാരിയിൽ അർപ്പിച്ചു ഞങ്ങൾ. ഇന്നും അതൊരു ഭയങ്കര അനുഭൂതിയാണ്. അത് ചിന്തിക്കുമ്പോൾ തന്നെ ആ ബാച്ചിലുണ്ടായിരുന്ന അച്ഛന്മാർ, അല്ലെങ്കിൽ ആ ബാച്ചിലുണ്ടായിരുന്നവർ ഇപ്പോൾ അച്ഛന്മാരായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുമാണ്. പലരെയും ഞാനിപ്പോൾ കാണുമ്പോൾ പറയും, ഓ തോമസ് പോളെ, നിന്നെ ഞങ്ങൾ മറക്കില്ല, എല്ലാ കുർബാനയിലും ഞാൻ ഓർക്കും. അതപ്പം ഞാൻ ചത്തിട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയും. എല്ലാ കുർബാനയിലും എന്നെ ഓർക്കാൻ എന്താ ഇത്ര പ്രത്യേകത? നമ്മൾ സാധാരണ കുർബാനയിൽ ഓർമ്മിക്കണത് തമാശയ്ക്ക് ഞാനങ്ങനെ ചോദിച്ചു, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുകയല്ലേ, മരിച്ചു കഴിഞ്ഞിട്ടല്ലേ സാധാരണ കുർബാനയിലൊക്കെ ഓർക്കണമെന്ന് പറഞ്ഞു. എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ട് ഓർത്തോളാം, പക്ഷേ നിന്നെ ഞങ്ങൾ ഓർക്കും എന്ന് പറയും. ഇത് ഞാനൊരു പൊക്കി പറയാൻ വേണ്ടി പറയണതല്ല, അതിൻ്റെ അവരുടെ ഉൾക്കാഴ്ചയാണ്. അവർ പറയാണ്, ഞങ്ങളുടെ സെമിനാരി ജീവിതത്തിലെ ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ആ റാസ കുർബാന. അത് ഒരുപാട് അച്ഛന്മാർ ആ ബാച്ചിലുള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും. ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു അർപ്പണം മദർ തെരേസ പറയാറുള്ളവർക്ക്, ദിസ് ഈസ് യുവർ ഫസ്റ്റ് മാസ്, ദിസ് ഈസ് യുവർ ഓൺലി മാസ്, ദിസ് ഈസ് യുവർ ലാസ്റ്റ് മാസ് എന്ന പോലെ ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണ അനുഭവം, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും മായാത്ത ഒരു നിത്യമായ മുദ്ര അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കുന്നുള്ളതാണ്. എനിക്ക് ഒരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത്, ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയിലും ധ്യാനത്തിലാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ധ്യാന കുർബാനയിലാണ്. എല്ലാ ആഴ്ചയിലും കുർബാനയെക്കുറിച്ച് ഞാൻ ക്ലാസ് കൊടുത്തും
അത് കഴിഞ്ഞിട്ട് ആ കുർബാന അർപ്പിക്കുമ്പോഴുള്ള ആ വലിയ അനുഭവം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വലിയ സമ്പാദ്യം അല്ലെങ്കിൽ വലിയ സന്തോഷം. ഒരിക്കൽ ഇംഗ്ലീഷ് അച്ഛന്മാരുടെ ഇടയിൽ, അതായത് ലത്തീൻ ആരാധനക്രമത്തിലുള്ളവരധികം ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ ഞാൻ ഈ സീറോ മലബാർ കുർബാനയെക്കുറിച്ചും എല്ലാ കുർബാനകളെയും കുറിച്ച് സംസാരിച്ചതിന് ശേഷം സീറോ മലബാർ കുർബാന അർപ്പിച്ചു. പകുതിയിലധികം പേര് ലത്തീൻ ആരാധനക്രമത്തിലുള്ള അച്ഛന്മാരായിരുന്നു. ബോംബെയിൽ വെച്ചുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അതിൽ പറഞ്ഞായിരുന്നു, ഈ അർപ്പകനും അർപ്പണവും ഒരാൾ തന്നെയാണ്. കുർബാന അർപ്പിക്കുന്ന ഈശോ തന്നെയാണ് അർപ്പണ വസ്തു. അർപ്പണ വസ്തു എന്താണ്? അർപ്പണ വസ്തു ആ ലാംബ് ഓഫ് ഗോഡ്. അതാണ് പലപ്പോഴും ഞാൻ പറഞ്ഞു, ഹീ ഓഫേർഡ് എ ലിവിങ് സാക്രിഫൈസ്. അപ്പോൾ അതെല്ലാം പറഞ്ഞു. കുർബാന ആരംഭിച്ചതോടെ കുർബാന ചൊല്ലിയ അച്ഛൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അടുത്ത് നിൽക്കുന്ന അച്ഛന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടായിരുന്നത്, എന്തിനാണ് ഇത്ര ഓവർ എമോഷനിലാകണമെന്നുള്ള മാതിരി. അച്ഛന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ കരച്ചിൽ വരാണെങ്കിൽ കരയും. അവർക്ക് അതൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? പക്ഷേ ഈ അർപ്പിക്കുന്ന അച്ഛന് ഒരു കൺട്രോളും കിട്ടണില്ല. അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാന്നിങ്ങനെ വെള്ളം ഒഴുകണം. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ അപ്പോളജൈസ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഐ ആം സോ സോറി, ബട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 38 വർഷമായി ഒരു വൈദികനായിട്ട്. പക്ഷേ ഇതുപോലെ എ ലിവിങ് സാക്രിഫൈസ്, ഞാൻ ക്രിസ്തു കുരിശിൽ കിടക്കുന്ന അർപ്പിക്കുന്ന ആ ക്രിസ്തു ആയി അങ്ങ് ജീവിക്കുകയായിരുന്നു ഞാൻ. ഐ വാസ് നോട്ട് ഹിയർ. അതുകൊണ്ടായിരുന്നു ഞാൻ അത്രയും ആ ക്രിസ്തു കുരിശിൽ കിടന്ന് കരഞ്ഞ പോലെ ഉള്ളൊരവസ്ഥ എന്നിലേക്ക് അങ്ങ് വന്നു. ഞാൻ വളരെ കൺട്രോൾ ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ആയിപ്പോയി. ഇതാണ് സത്യം, വാസ്തവത്തിൽ. ദിസ് ഈസ് ദ ട്രൂത്ത്. അത് നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മളും ഇങ്ങനെ വികാരപരിതരായി പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം അതായിരുന്നു. ഞങ്ങൾ ബോംബെയിൽ താമസിക്കുമ്പോൾ അതൊരു ലത്തീൻ കുർബാനയായിരുന്നു. ഞാനും ഭാര്യയും മക്കളും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ എപ്പിക്ലേസിസിൻ്റെ സമയത്ത്, Father, you are holy, the fountain of all holiness. All holiness and life come from you through Jesus Christ, by the working of the Holy Spirit. അപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ എന്തോ സംഭവിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, Therefore send thy spirit upon these gifts and make them holy. എനിക്കറിയില്ല, ഈ ഗിഫ്റ്റിൻ്റെ പുറത്ത് പരിശുദ്ധാത്മാവ് വരുന്നു എന്നതോടൊപ്പം പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞ് ഞാനങ്ങ് അൺകൺട്രോളബിളായിട്ട് അങ്ങ് വാവിട്ട് കരയാൻ തുടങ്ങി. ഭാര്യ അടുത്ത് പറഞ്ഞു, എന്തിച്ചിട്ട് ആൾക്കാർ നോക്കണം, മിണ്ടാതിരിക്കുക മനുഷ്യ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റണില്ല, ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ്. That was a unique experience for me.
യൂറോപ്പിലൊരിക്കൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ നിൻ്റെ ഒരു ധ്യാനം നടത്തണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ. സംസാരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഹൽമായനെ കൊണ്ടൊന്നും ഇവിടെ അങ്ങനെ ധ്യാനം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, അച്ഛൻ പറയണ നമുക്ക് കേൾക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞ്, പക്ഷെ അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ ഒരു ഞായറാഴ്ച കുർബാനയുടെ നേരത്ത് വന്ന് ഒരു 10 മിനിറ്റ് പറയാം. ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, അത് മതി. 10 മിനിറ്റിന് 7 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരണ്ടേ? ഒരു കുഴപ്പമില്ല, 7 മണിക്കൂറല്ല 7 ദിവസമായാലും ഐ വിൽ കം. ഞായറാഴ്ച കുർബാനയിൽ, അപ്പോൾ കുർബാന പ്രസംഗമായിട്ടല്ല, ഒരു ഇൻട്രൊഡക്ഷനായിട്ട്, കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് 10 മിനിറ്റ്. ഇത് യൂറോപ്പ് അറിയാവുന്ന ആളുകൾക്കറിയാം, ദിസ് ഈസ് എ ബിഗ് റിസ്ക്. അച്ഛന് ഭയങ്കര റിസ്ക്കാണ്. ഒരു മുൻകൂർ അനൗൺസ്മെൻ്റൊക്കെ ഇല്ലാണ്ട് ഞായറാഴ്ചത്തെ ഹൗസ്ഫുള്ളായിട്ടുള്ള പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു മുൻ അവതരണമില്ലാണ്ട് ഒരാൾ കുർബാനയ്ക്ക് മുമ്പ് 10 മിനിറ്റ് പറയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനെ തന്നെ മാറ്റിന്ന് വരും. എനിവേ ഞാൻ തലേ ദിവസം അതിനു വേണ്ടി ചെന്നു, ഈ 10 മിനിറ്റിന് വേണ്ടി. ആ 10 മിനിറ്റ് ഇൻക്ലൂഡിങ് ട്രാൻസ്ലേഷനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്ററുണ്ട്. 5 മിനിറ്റ് എനിക്ക് പറയാനുള്ള കണ്ടൻ്റുള്ളൂ. ഈ 5 മിനിറ്റിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യണം. അവിടെ എന്ത് പറയും? ഞാൻ കുർബാനയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ വരണ്ടെന്ന് അറിഞ്ഞ അച്ഛൻ വേറെ 2-3 അച്ഛന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രാൻസ്ലേറ്ററോട് ഞാൻ നേരത്തെ പറഞ്ഞു, കടകടകടയെന്ന് വേഗം പറഞ്ഞേക്കണം. അവരെൻ്റെ കൂടെ എപ്പോഴും ഉള്ള ട്രാൻസ്ലേറ്ററാണ്. ഷീ ഈസ് വെരി ഫെമിലിയർ വിത്ത് മൈ തീം. ഈ കുർബാനയ്ക്ക് അച്ഛൻ വന്ന് അച്ഛൻ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, സ്നേഹമുള്ളവരെ, നമുക്കിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു മിഷനറി ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് ശ്രമിക്കാം. എന്നോട് ക്ഷമിക്കണം, നിങ്ങളോട് ഞാൻ നേരത്തെ പറയാതിരുന്നതിൻ്റെ പേരിൽ. 10 മിനിറ്റേ എടുക്കുള്ളൂ, അതിൽ കൂടുതൽ. അപ്പോൾ ഞാൻ വാച്ചിങ്ങനെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാനങ്ങ് പറയുകയല്ല. ഞാൻ ഈ കുർബാനയുടെ 7 സ്റ്റെപ്സ്, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ആ 7 സ്റ്റെപ്സ് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയും. അതുകൂടാണ്ട് എൻ്റെ ഈ കുർബാന അനുഭവം ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല, ആളുകളെല്ലാം ഈ എപ്പിക്ലേസിസ്, കുർബാനയിലെ എപ്പിക്ലേസിസ് ഞാനിങ്ങനെ പറഞ്ഞു, Father, you are holy indeed, the fountain of all holiness. All holiness comes from you through Jesus Christ. Therefore send thy spirit upon. ഇതങ്ങ് പറയല്ല, ആളുകളെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. എന്തിനു പറയുന്നു? ഈ വലിയച്ഛൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങി. ഞാൻ കൃത്യം 10 മിനിറ്റിൽ അവസാനിപ്പിച്ചു. അച്ഛനിങ്ങ് വന്നിട്ട് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് ഞെരിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ തന്നെ നല്ല തടിയുള്ള അച്ഛനാണ്, ഞാനാണെങ്കിൽ ഒരു ലില്ലിപ്പൊട്ട്. അച്ഛൻ പറയാണ്, ദിസ് ഈസ്, അച്ഛനൊരു വാക്കുകളില്ല എന്നാ പറഞ്ഞത്. ഐ ഹാവ് നോ വേർഡ്സ്, യു ഹാവ് എ കൈൻഡ് വോട്ട്. എന്നിട്ട് അച്ഛൻ കുർബാനയിൽ ഹോമിലിയുടെ സമയത്ത് ഈ അനുഭവത്തെക്കുറിച്ച് പിന്നെ അങ്ങ് പറയാൻ തുടങ്ങി. അവിടെ വെച്ച് പരസ്യമായിട്ട് അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തിനെ വിളിച്ച് 3 ദിവസം ഇവിടെ ധ്യാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആലോചിക്കുകയാണ്, ആ 10 മിനിറ്റ് കൊണ്ട്, അതിൽ 5 മിനിറ്റാണ് നമ്മുടെ മെസ്സേജ്. ആ 5 മിനിറ്റ് കൊണ്ട് ആ പള്ളി നിറഞ്ഞു നിന്ന ആളുകളുടെ ആത്മാവിലേക്ക് കർത്താവിൻ്റെ ശക്തി ഒഴുകി എന്നുള്ളതാണ്. വേറെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും അത്രയും ശക്തി വരില്ല. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. എവിടെയും ഏത് ധ്യാനത്തിനും
പോയാലും നമ്മുടെ ക്രിസ്തീയ ജീവിതം യൂക്രിസ്റ്റ് സെൻറ്റേഡാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ കുർബാന കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിതം. ഈശോയുടെ വചനപ്രഘോഷണം മുഴുവനും ഈ കുർബാന കേന്ദ്രീകൃതമാണ്. ഇനി നമുക്കതിൻ്റെ ഐ എം സോറി വിശദമായിട്ട് പോവുകയാണ്. നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് വന്നിട്ടും പറയാം ഇല്ലേ? സമയം 8 മണി ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കുർബാനയിൽ ആമുഖമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ there is 2 aspects. ഒന്ന്, a mystery of the Eucharist and the history or mystery of the salvation and history of the salvation. അതായത് രക്ഷാകര രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുണ്ട്. അതോടൊപ്പം ഈ രക്ഷാകര രഹസ്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വാനത്തുനിന്ന് വന്നു വീണതല്ലല്ലോ. രക്ഷാകര ചരിത്രമുണ്ട്, ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ. എന്നാൽ ഇത് രണ്ടും, ഈ ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ മുഴുവനും പഴയ നിയമ പശ്ചാത്തലമാണ്. മിസ്റ്ററി ഓഫ് സാൽവേഷൻ, രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും പുതിയ നിയമമാണ്. അതാണ് 7 അല്ലെങ്കിൽ 8 എന്ന് പറയാം. 7+1 എന്ന് പറഞ്ഞു. 7+1 രക്ഷാകര രഹസ്യങ്ങൾ 7+1 എന്ന് പറയുമ്പോൾ, ഒന്ന് മനുഷ്യാവതാരം, 2 യേശുവിൻ്റെ മാമോദീസ, 3 യേശുവിൻ്റെ പരസ്യ പ്രഘോഷണ ജീവിതം, 4 യേശുവിൻ്റെ പീഡാസഹനവും മരണവും, 8 യേശുവിൻ്റെ സംസ്കാരവും ഉയർപ്പും, 9 യേശുവിൻ്റെ 8 6 എന്താ പെട്ടെന്ന് ഞാൻ 8ലേക്ക് പോയെ? 6 യേശുവിൻ്റെ സ്വർഗാരോഹണം, 7 യേശുവിൻ്റെ സ്വർഗ അവരോഹണം, അതായത് പന്തക്കോസ്ത. ഇനി 8 യേശുവിൻ്റെ വീണ്ടും വരവ്, അത് അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്നവനാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ വരുന്നതെന്ന് മനസ്സിലാക്കണം. അന്ത്യദിനത്തിൽ വരാനിരിക്കുന്നവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. ആ ആൻറ്റിസിപ്പേറ്ററി എക്സ്പീരിയൻസ് ഓഫ് ദ സെക്കൻഡ് കമ്മിങ് ഈസ് ഇൻ ദ അഡ്വെൻറ്റ്. ഇൻ ദ അഡ്വെൻറ്റ് ഇന്ന് നമ്മൾക്കുണ്ട്. എന്തെല്ലാമാണ് രക്ഷാകര രഹസ്യങ്ങൾ? ദ മിസ്റ്ററി ഓഫ് സാൽവേഷൻ, ഇൻകാർണേഷൻ, ബാപ്റ്റിസം ഓഫ് ക്രൈസ്റ്റ്, പബ്ലിക് ലൈഫ്, പരസ്യ ജീവിതം, പീഡാസഹനവും മരണവും, സംസ്കാരവും ഉയർപ്പും, സ്വർഗാരോഹണം, സ്വർഗാവരോഹണം, പന്തക്കോസ്ത, അതായത് പന്തക്കോസ്ത, പിന്നെ +1 വീണ്ടും വരവ്. ഇനി അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഈ കുർബാനയിൽ ആരംഭം മുതൽ അതിൻ്റെ അതേ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾക്ക് കുർബാനയിൽ സംഭവിക്കുകയാണ്. ഇറ്റ് ഈസ് റീഎനാക്റ്റഡ് ഇൻ എവരി ഹോളി മാസ്. അത് റീഎനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ പുനരവതരണം, പുനരാവിഷ്കരിക്കപ്പെടുന്നു. ഇതാണ് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതൊന്ന്. കുർബാനയിൽ എപ്പോൾ എങ്ങനെ, പ്രത്യേകിച്ച് റാസ കുർബാനയുടെ ഓരോ സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിനു മുൻപായിട്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആ കണ്ടൻറ്റ്, ഉള്ളടക്കമനുസരിച്ച് പഴയ നിയമം മുഴുവനും ഈ ഹിസ്റ്ററി, ഈ സാൽവഫിക്
രക്ഷാകര രഹസ്യങ്ങൾ ആണ് ഇതെങ്കിൽ രക്ഷാകര ചരിത്രമാണ്. രക്ഷാകര സംഭവത്തിനൊരു ചരിത്രമുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് ദിസ് സാൽവിഫിക് സാൽവേഷൻ. അപ്പോൾ അതാണ് ആദവും ഹവ്വയുടെയും കാലം മുതൽ നോഹയുടെ ജലപ്രളയം, അബ്രാഹത്തിൻ്റെ വിളി, അബ്രാഹത്തിൻ്റെ ബലി, ആ ബലിയിൽ അബ്രാഹത്തോട് നൽകിയ വാഗ്ദാനം, അബ്രാഹത്തിന് നൽകിയ ശപഥം, അത് കഴിഞ്ഞിട്ട് ആ ശപഥവും വാഗ്ദാനത്തിൻ്റെയും പൂർത്തീകരണം എന്ന പോലെ അടുത്ത സംഭവങ്ങൾ, മോശയുടെ വിളി, മുൾപ്പടർപ്പ്, ചെങ്കടൽ കടക്കൽ. ആ ചെങ്കടൽ കടക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ പാസ് ഓവറാണ്. കേട്ടോ, പാസ് ഓവർ. ആ പാസ് ഓവറാണ് പുതിയ നിയമത്തിലെ പാസ് ഓവറിൻ്റെ പൂർത്തീകരണം. ആ പാസ് ഓവറിലാണ് അവരോട് പറഞ്ഞത്, ഇന്ന് നിങ്ങൾ ഓരോ ഇസ്രായേൽ ഭവനവും കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ കട്ട്ളപ്പടികളിൽ തെളിക്കുകയും പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുകയും ചെയ്യണം. എന്തിനാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞത്? സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പുളിപ്പുള്ളതല്ലേ? പെട്ടെന്നുണ്ടാക്കാൻ. എന്തുകൊണ്ടാണ് പെട്ടെന്നുണ്ടാക്കേണ്ട ആവശ്യം? വെരി ഗുഡ്. ചേടാ, ഒരു കയ്യടി കൊടുത്തേ കൊച്ചു കന്യാസ്ത്രീക്ക്. അടുത്ത തോമസ് പോൾ ആകാൻ സാധ്യതയുണ്ട്. അവരോട് പറഞ്ഞേക്കണം, നിങ്ങൾ ഇരിക്കുക പോലും ചെയ്യരുത്, നിന്ന് തന്നെ തിന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞേക്കണേ. എന്തുകൊണ്ടാണ് അതാണ് പുളിപ്പൊക്കെ ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കാനിരിക്കുകയാണ്. ഈ നാളെ ചൂടാൻ പറ്റുള്ളൂ അപ്പം. അപ്പോഴേക്കും ഫറവോൻ്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നും ആ പുളിപ്പില്ലാത്ത അപ്പമാണ് നമ്മളിവിടെ വിശുദ്ധ ബലിയിൽ ഉപയോഗിക്കുന്നത്. ആ കുഞ്ഞാടിൻ്റെ രക്തം. അപ്പോൾ ആ കുഞ്ഞാടിൻ്റെ രക്തവും പുളിപ്പില്ലാത്ത അപ്പവും എല്ലാം പെസഹാ ദിവസം യേശു ഇതെൻ്റെ രക്തമാകുന്നു, ഇത് അപ്പമാകുന്നു, ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാത്തിനും അത്രയും കണക്ഷനുണ്ട്. അതുമാത്രമല്ല, മെൽക്കിസദേക്കിൻ്റെ കാലം മുതൽ ഈ അപ്പവും വീഞ്ഞും അവർ ബലിയർപ്പണത്തിന് ഉപയോഗിക്കുമായിരുന്നു. അതൊക്കെ ആ ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ. ഇപ്പോൾ മെൽക്കിസദേക്ക് ബലിയർപ്പിച്ചപ്പോൾ ഉൽപ്പത്തി 14 സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. അങ്ങനെ ആ വാക്കുകളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്നത്. ഈ അത്യുന്നതനായ ദൈവം, സകലത്തിൻ്റെയും നാഥൻ, അതേ അപ്പവും വീഞ്ഞും. അപ്പോൾ ഈ പഴയ നിയമ കാര്യങ്ങളെല്ലാം സിംബോളിക്കാണ്. ഒരുപാട് സിംബോളിസംസാണ്. അവിടെ ധൂമക്കുറ്റി ഉണ്ടായിരുന്നു. നോക്കിയ ധൂമക്കുറ്റി, ഈ ധൂമക്കുറ്റിയും ഒരു സിംബോളിസമാണ്. നോഹയുടെ ബലിയർപ്പണ സമയത്ത് കർത്താവ് അരുളി ചെയ്തു, അല്ലെങ്കിൽ നോഹ ബലിയർപ്പിച്ചപ്പോൾ ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു. വായിക്കാമോ? നോഹ ബലിയർപ്പിച്ചപ്പോൾ ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഇനിമേൽ ഞാൻ ലോകത്തെ നശിപ്പിക്കില്ല. ഇനി ഒരിക്കലും ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും. വചനത്തിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. 8:22. 8:22.
അവിടെ സുഗന്ധം ആസ്വദിച്ചു എന്ന് പറയുന്നില്ലേ? ഓ, ഇതൊന്ന് നേരെയാക്കി. എത്ര? 8:21. താങ്ക് യു. 8:21 വായിച്ചോളൂ. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ സുഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി. ഇതാണ് ആദ്യത്തെ ഒരു നൊട്ടേഷൻ. ആ സുഗന്ധദ്രവ്യങ്ങൾ, ആ സുഗന്ധ ആസ്വാദനം, ബലിയിൽ ഒരു സുഗന്ധാസ്വാദനമുണ്ട്. അപ്പോൾ നോഹയുടെ ബലിയർപ്പണത്തിലെ ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ ഇതുപോലെ മനുഷ്യനെ ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. താങ്ക് യു. ഇതാ ആ സുഗന്ധ പരിമളം അർപ്പിക്കുന്നതിനാണ് ഈ ട്യൂറിബിൾ, ഈ ധൂമക്കുറ്റി. ഈ ധൂമക്കുറ്റിയെക്കുറിച്ച് വളരെയധികം പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇതിലൊരുപാട് സിംബോളിസം ഉണ്ട്. പ്രധാനമായിട്ട് ഇതിലുള്ളത് കണ്ടോ, 4 ചങ്ങലകളാണ്. ഈ 4 ചങ്ങലകളിൽ 3 ചങ്ങലകൾ ത്രിത്വത്തിൻ്റെ പ്രതീകമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിൽ താഴെയുള്ള ഇതിൻ്റെ കീഴ്ത്തട്ട് ഭൂമിയാണ്. ഇതിൻ്റെ മേൽത്തട്ട് സ്വർഗമാണ്, ആകാശം. ഈ കീഴ്ത്തട്ടിനെ താങ്ങിയിരിക്കുന്നത് ഈ 3 ത്രിത്വം, ഈ 3 ചങ്ങലകളാണ്, ത്രിത്വമാണ്. ആ ത്രിത്വത്തിൽ നിന്നും മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വരുന്ന നടുവിലുള്ള ചങ്ങലയാണ് മനുഷ്യാവതാരം. ആ മനുഷ്യാവതാരം ചെയ്ത കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറക്കുന്നു. കണ്ടോ, ഇതിലുള്ള 12 മണികൾ 12 അപ്പസ്തോലന്മാരാണ്. അതിനകത്ത് ഒരു മണി പേട്ടയായിരിക്കണം, അതിനകത്ത് ഉണ്ടാവില്ല. നോക്കണം നമുക്കത്. ഇതിനകത്ത് ഒരു മണിയിൽ അതിൻ്റെ അകത്ത് ബോൾ ഉണ്ടാവില്ല, അത് ജൂദാസാണ്. ഉണ്ടാവേണ്ടതാണ് അങ്ങനെ. ഇതിലുള്ള തീക്കട്ട, ഇതിലുള്ള കരിക്കട്ട അൺറിഡീംഡ് ഹ്യൂമാനിറ്റിയാണ്. അതായത് രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന ലോകം മുഴുവനുമാണ്. അതിലുള്ള തീക്കട്ട പരിശുദ്ധാത്മാവാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ധൂമക്കുറ്റി വീശണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാവുമായിരിക്കില്ലേ? ഇത്രയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ ധൂമക്കുറ്റി വീശാൻ. അപ്പോൾ ഇതെല്ലാം കുർബാനയിലെ പ്രതീകങ്ങളാണ്. താങ്ക് യു. അപ്പം ആ പ്രതീകം എവിടെ മുതൽ ആരംഭിക്കുന്നതാണ്? സുഗന്ധം. നോഹയുടെ ബലി, അത് കഴിഞ്ഞിട്ട് മോശയും അഹ്റോനും എല്ലാം ഈ സുഗന്ധം അർപ്പണം. ഇനി അതിലാം ബലിയർപ്പണ സമയത്ത് എങ്ങനെ ധൂമക്കുറ്റി വീശണമെന്നൊക്കെ ഉള്ളത് വളരെ പ്രത്യേകമാണ് അതൊക്കെ. ഓക്കെ, ഇനി ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രതീകങ്ങളാണ്, അല്ലെങ്കിൽ പ്രതീകം, സിംബോളിക്സ് ആൻഡ് സയൻസ്, അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ പ്രതീകങ്ങളുമാണ് ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ മദ്ബഹായിലെ. ഇപ്പം നമ്മുടെ ഈ മദ്ബഹ, അവിടെയുള്ള പ്രത്യേകമായ ചില പ്രത്യേകതകൾ എന്ന് പറയാം. അതിലേറ്റവും പ്രധാന ഒരു സിംബൽ ബലിപീഠമാണ്. ബലിപീഠം. ഈ ബലിപീഠം, ഇങ്ങനെ ഒരു ബലിപീഠം പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല.
അപ്പം ഈ ബലിപീഠം എന്തിനെയെല്ലാം പ്രതീകവൽക്കരിക്കുന്നു? എന്തിൻ്റെയെല്ലാം പ്രതീകമാണ് ബലിപീഠം? ഈ ബലിപീഠം ആബേൽ അർപ്പിച്ച ബലിപീഠം, നോഹ അർപ്പിച്ച ബലിപീഠം, അബ്രാഹാം അർപ്പിച്ച ബലിപീഠം, ഇനി അങ്ങനെ മോശ, അതുപോലെ ദാവീദ്, സോളമൻ, എല്ലാ പഴയ നിയമത്തിൽ എവിടെയെല്ലാം ബലിയർപ്പിച്ചോ അവർ ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ചു. എവിടെയെല്ലാം ഒരു ഉടമ്പടി ഉണ്ടാകുന്നോ ഉടനെ അബ്രാഹാം അല്ലെങ്കിൽ മോശ അവിടെ അവർ കല്ല് കുഴിച്ചിട്ടു ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ചു. ആ ബലിപീഠങ്ങളെല്ലാം ആ ബലിയിൽ ദൈവം അരുളി ചെയ്ത ഉടമ്പടികളും വാഗ്ദാനങ്ങളും എല്ലാം യേശുവിൻ്റെ ബലിയിൽ പൂർത്തീകരിച്ചു. ആ യേശുവിൻ്റെ ബലിപീഠം ഏതാണ്? കുരിശാണ്, കാൽവരിയിലെ കുരിശ്. അതും ഇവിടെയാണ്. അതോടൊപ്പം ഇത് അന്ത്യ അത്താഴത്തിലെ ആ ഭക്ഷണമേശ കൂടിയാണ്. അതോടൊപ്പം ഇത് കബറിടം കൂടിയാണ്. നമ്മൾ വിശദീകരിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കബറിടം. അപ്പോൾ കബറിടം, ബലിപീഠം, പഴയ നിയമത്തിലെ എല്ലാ ബലിപീഠങ്ങളും, ആ എല്ലാ ബലിപീഠങ്ങളിലും അവർ അർപ്പിച്ച ബലി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിനാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പഴയ നിയമ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവം. പൗലോസ്ലീഹയുടെ ആ ഒരു എക്സ്പ്രഷനാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം. ആ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവം. ഇവർ എല്ലാവരും ഒരാൾ തന്നെയാണ്. പക്ഷെ അവരുടെ അല്ലെങ്കിൽ ഈ ദൈവം ഒരാൾ തന്നെയാണെങ്കിലും ആ രക്ഷാകര രഹസ്യങ്ങളിലൂടെ, ആ രക്ഷാകര പ്രവൃത്തികളുടെ അനാവരണം ഈ ക്രോണോളജിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതെല്ലാം നമ്മൾ കുർബാനയുടെ പ്രാർത്ഥനകളിൽ കാണാം. അതെല്ലാം നമ്മളുടെ സുവിശേഷ ബൈബിളിൽ നമ്മൾ കാണണം. ഈ ഒരു ട്രെൻഡ്, ഇങ്ങനെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇരിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി. ഇത്രയും വലിയ ഈ നിധി ഞങ്ങൾക്ക് ഒരുക്കിയതിന് നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. കാറ്റക്കിസത്തിൽ 4 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗം വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്, പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത്. അതായത് വിശ്വാസ പ്രമാണത്തെ ഓരോ വാക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത്. നമുക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, ആ വിശ്വാസം ആഘോഷിക്കണം. അതാണ് ലിറ്റർജി, എല്ലാ കൂദാശകളും. അവിടെ രണ്ടാം ഭാഗം 7 കൂദാശകളാണ്. ലിറ്റർജിയും 7 കൂദാശകളും. ഇനി മൂന്നാം ഭാഗം ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഫെയ്ത്ത് മീൻസ് ഇറ്റ് ഈസ് എ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ജീവിതമാണ് വിശ്വാസം. ലൈഫ് ഇൻ ക്രൈസ്റ്റ് മൂന്നാം ഭാഗം. നാലാം ഭാഗം പ്രെയർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസിയുടെ പ്രാർത്ഥനാ ജീവിതം. ഇങ്ങനെ 4 ഭാഗമാണ്. അപ്പം അതിൽ ഈ രണ്ടാം ഭാഗത്തിൽ ഈ കുർബാനയെക്കുറിച്ചും എല്ലാം വർണ്ണിച്ചിരിക്കുന്നതും കൂദാശകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡിവൈൻ ആൻഡ് ഗുഡ്നെസ് TV ഇംഗ്ലീഷിൽ ഒരു സീരീസ് ഓഫ് ടോക്ക്
എൻ്റെ വരുന്നുണ്ടാകണം ഓൺ സാക്രമെൻറ്റ്സ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ CCC 1116 അതിൽ പറയുന്നത് സാക്രമെൻറ്റ്സ് ആർ പവർ കം ഫോർത്ത് ഫ്രം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് മലയാളത്തിൽ വായിക്കാം. 1116. എന്നെന്നും ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനുമായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാണ് കൂദാശകൾ. ഒന്നുകൂടി പറഞ്ഞത്, എന്നെന്നും ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനുമായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാണ് കൂദാശകൾ. കണ്ടിന്യൂ പ്ലീസ്. സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണവ. ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ. അതാണ്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയോടുള്ള വ്യത്യാസം ഒരുപക്ഷെ നാളെ ചിന്തിക്കാം കുറേ കൂടി. പക്ഷേ ഈ പുതിയ ഉടമ്പടിയാണ് ഈ കൂദാശകൾ. അതേസമയത്ത് പഴയ ഉടമ്പടി അതിനു വേണ്ട ഒരുക്കമായിരുന്നു. ഓക്കെ, ഈ ഭാഗങ്ങളിലെല്ലാം കൂദാശകൾ, ലിറ്റർജി, ആരാധനാക്രമങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ 1128 വായിച്ച് 1128 1100 കൂദാശകൾ അനുഷ്ഠാനത്താൽ തന്നെ പ്രവർത്തിക്കുന്നു. അതായത് എന്നേക്കുമായി പൂർത്തിയാക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്ഷാകർമ്മത്തിന്റെ ശക്തിയാൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് സഭ പ്രഖ്യാപിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. കൂദാശ കാർമ്മികന്റെയോ സ്വീകരിക്കുന്ന വ്യക്തിയുടെയോ നീതിയാലല്ല, പിന്നെയോ ദൈവത്തിന്റെ ശക്തിയാലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരു കൂദാശ സഭയുടെ നിയോഗമനുസരിച്ച് ആഘോഷിക്കപ്പെടുന്ന നിമിഷം മുതൽ ക്രിസ്തുവിന്റെയും അവിടുത്തെ ആത്മാവിന്റെയും ശക്തി അതിലൂടെയും കാർമ്മികന്റെ വ്യക്തിപരമായ വിശുദ്ധിയെ ആശ്രയിക്കാതെ തന്നെ പ്രവർത്തിക്കുന്നു. എന്നാലും കൂദാശകളുടെ ഫലങ്ങൾ അവ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പ്രൊപ്രിയോ എന്ന് പോലെ എഴുതിയിട്ടുണ്ടോ? ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് വായിച്ചത്. കൂദാശകൾ അനുഷ്ഠാനത്താൽ തന്നെ പ്രവർത്തിക്കുന്നു. അപ്പം ഈ അനുഷ്ഠാനത്തിന്, ആ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അനുഷ്ഠാനമല്ല. അത് സഭ ക്രിസ്തുവിനാൽ സംസ്ഥാപിതമായിട്ടുള്ളൊരു അനുഷ്ഠാനമാണ്. അതൊരു പക്ഷേ 1115 1115 എന്ന് വായിച്ചേ. 14 യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ രഹസ്യ ജീവിതത്തിലും പരസ്യ ശുശ്രൂഷയിലുമുള്ളവ രക്ഷാകരങ്ങളാകുന്നു. എന്തെന്നാൽ അവ അവിടുത്തെ പെസഹ രഹസ്യത്തിന്റെ ശക്തിയെ മുൻകൂട്ടി പ്രകടിപ്പിച്ചു. എല്ലാം പൂർത്തിയാക്കപ്പെടുമ്പോൾ സഭയ്ക്ക് അവിടുന്ന് നൽകുവാനിരുന്നത് അവ അറിയിക്കുകയും തയ്യാറാക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ തൻ്റെ സഭയുടെ ശുശ്രൂഷകരിലൂടെ ക്രിസ്തു പിന്നീട് കൂദാശകളിൽ പ്രദാനം ചെയ്യാനിരുന്നവയുടെ അടിസ്ഥാനങ്ങളാണ്. എന്തെന്നാൽ നമ്മുടെ രക്ഷകനിൽ ദൃശ്യമായിരുന്നത് കൂദാശകളായി പരിണമിച്ചു. അപ്പോൾ ഈ കൂദാശകളെല്ലാം ക്രിസ്തു തന്നെ സ്ഥാപിച്ചതാണ്. ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം ഈ കൂദാശകളുടെ തന്നെ ഒരു മുൻകൂർ അനുഭവങ്ങളായിരുന്നു. വാർത്തത്തിലാണ് പവർ കം ഫോർത്ത് ഫ്രം ദ ബോഡി. ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി ആരോ വലിച്ചെടുത്തല്ലോ. കണ്ടോ, ഈശോ അറിയാതെ തന്നെ യേശുവിൻ്റെ ശക്തി ഒരു സ്ത്രീയിലേക്ക് ഒഴുകി. എന്തുകൊണ്ടാണത്? ഈശോ ആരാണ് എന്നെ തൊട്ടത്? ആ വചനത്തിൻ്റെ ബേസിസിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് പവർ കം ഫോർത്ത് ഫ്രം ദ. പഴയ ലത്തീൻ കുർബാനയിൽ
അങ്ങോട്ട് തിരിഞ്ഞ് ലത്തീൻ കുർബാന ചെല്ലുമ്പോൾ കുർബാനയുടെ കോൺസെക്രേഷൻ സമയത്ത് ശുശ്രൂഷകൻ പുറകുവശത്ത് മുട്ടുകുത്തിയിട്ട് വൈദികൻ്റെ ആ വസ്ത്രത്തിൽ ഇങ്ങനെ തൊട്ടിരിക്കും കൈ. അതെന്തിനാണ്? ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ശക്തി പ്രവഹിച്ചതിൻ്റെ അടയാളമാണത്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഞാനിത്തിരി സാവധാനം പറയണോണ്ട് കുഴപ്പമില്ലല്ലോ, അതിങ്ങനെ എൻ്റെ അകത്ത് ഇതിങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരണത് ഇങ്ങനെ. അപ്പോൾ ചില പുതിയ ആശയങ്ങൾ വരാണ്. എന്നോട് ഒരാളിങ്ങനെ ചോദിച്ചു, അതെന്തുകൊണ്ടാണ് യേശു പെർമിഷൻ കൊടുക്കാതെ അവൾ യേശുവിനെ തൊട്ട് ശക്തി സ്വീകരിച്ചത്? ചോദ്യങ്ങളാണ്. യേശുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇപ്പം നമ്മൾ വഴി കൂടി പോകണ ആരെങ്കിലും പോയി തൊടുവോ? നമ്മൾ ഈ നടുവിൽ ഇപ്പോൾ വഴി കൂടി ആരെങ്കിലും പോകുമ്പോൾ പ്രധാന അച്ഛനായിരിക്കാം, ഈവൻ ബിഷപ്പായാലും നമ്മൾ പോയിട്ട് തൊടുവോ? സാധാരണഗതിയിൽ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ഉടനെ ആരാണ് എന്നെ തൊട്ടത്? മാത്രമല്ല അപ്പോൾ അപ്പസ്തോലന്മാരൊക്കെ ആകെ വണ്ടടിക്കുകയാണ്, കർത്താവ് എല്ലാവരും നിന്നെ തൊടാണ്. അവിടെ ഗുസ്തി പിടിക്കാണ് ആളുകൾ, ഭയങ്കര ബഹളമായിട്ട് ഇടയ്ക്ക് ആരാണ് എന്നെ തൊട്ടത്? അപ്പം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് ആ പെണ്ണ് ഈശോനോട് ചോദിക്കാണ്ട് പോയിട്ട് ഒന്ന് തൊട്ട് ശക്തി മുഴുവനും കൊണ്ട് വലിച്ചെടുത്തു? എന്താണത്? ഒന്ന് വിശ്വാസമാണ്. അവളൊരു വിജാതീയ സ്ത്രീയാണ്, അതോടൊപ്പം അവൾ രക്തസ്രാവമുള്ളവരാണ്. അവളെ സംബന്ധിച്ച് അവിടുത്തെ അന്നത്തെ നടപ്പനുസരിച്ച് രക്തസ്രാവം പോലെയുള്ള അസുഖങ്ങളുള്ളവരാരെയും തൊടാൻ പാടില്ല, അത് അശുദ്ധമാണ്. അതുകൊണ്ട് അവളെന്ത് വിചാരിച്ച്? ശരീരത്തിലൊന്നും തൊടൂല, ആ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ശക്തി എന്നിലേക്ക് ഒഴുകും എന്ന് അവൾ വിശ്വസിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോഴും ഇദ്ദേഹനോട് ചോദിച്ചു, അപ്പോൾ യേശു അറിയാതെ ഈ ശക്തി ഒഴുകണ എന്തുകൊണ്ടാണ്? യേശു മുൻകൂട്ടി യേശുവിന് അറിയാമായിരുന്നായിരിക്കും, പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ആരാണ് എന്നെ തൊട്ടത് പറഞ്ഞത്? ഇവിടെ എൻ്റെ ഒരു വീക്ഷണം, ഇപ്പോൾ അച്ഛന്മാർ പിന്നീട് പറയുമായിരിക്കും, അതിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ. എൻ്റെ ഒരു വീക്ഷണം ഇത് ചോദിച്ചപ്പോൾ എനിക്ക് ഉടനെ ഉത്തരം കിട്ടിയത് ഇതാണ്: ദൈവപിതാവ് യേശുവിനെ നമുക്ക് അങ്ങ് തന്നിട്ടുള്ളതാണ് മുന്നോട്ട്. അതാണ് യോഹന്നാൻ 3:16 പറഞ്ഞത്. ദൈവം ലോകത്തെ വിശ്വാസികളല്ല, ദൈവം ഈ ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകിയിരിക്കുന്നു. ഇനി ഈ യേശു ഞങ്ങളുടെയാ, ഞങ്ങൾ തൊടുകയും ചെയ്യും, ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ വലിച്ചു പറിച്ചു കൊണ്ട് പോകും, ഞങ്ങളുടെ യേശുവാ. എന്ത് പറയണച്ചോ ഇല്ലേ? ഈ യേശുവിനെ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. ആര് തന്നു കഴിഞ്ഞിരിക്കുന്നു? പിതാവ് തന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തിന് തന്നു കഴിഞ്ഞിരിക്കുന്നു? ഈ ശക്തി പ്രവഹിപ്പിക്കാൻ വേണ്ടി. എന്തിനീ ശക്തി പ്രവഹിപ്പിക്കണം? അവനിൽ വിശ്വസിക്കുന്നവർ ആരും തന്നെ നശിച്ചു പോകാതെ. കണ്ടോ? ഒന്ന് വായിച്ചത് 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഈശോയെ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യാവതാരത്തോടെ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഈശോൻ്റെ അടുത്ത് പോയി ഈശോനെ കടിച്ച് തിന്നാനുള്ള ഫ്രീഡമുണ്ട്. സ്നേഹത്തിൻ്റെ ഭാഷയല്ലേ അത്, ഇല്ലേ? പിതാവിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഇതിനു വേണ്ടിയാണ് തന്നേക്കണത്, നീ കടിച്ച് തിന്നോ, ഇത് നിൻ്റെയാണ് ഈശോ. അത് മനസ്സിലാക്കി ആ പെണ്ണ്, അവള് എനിക്ക് ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി. അപ്പോൾ ഈ സുവിശേഷ ഭാഗങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ, എനിക്ക് തോന്നുന്നത് വളരെ ബഹുമാന ആദരവോട് വേണം